കോൺഗ്രസിന് എന്ത് സാധ്യതയാണുള്ളത്? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പും 5% ചുറ്റുവട്ടത്ത് ഒരു 5% താഴെ മാത്രം വോട്ട്. ഒറ്റ സീറ്റ് പോലും നിയമസഭയിലില്ല. ഇത്തവണ 70 സീറ്റിലും മത്സരിക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. രേവന്ത് റെഡ്ഡിയാണ് വലിയ വാഗ്ദാനങ്ങളുമായിട്ട് അവിടെ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി വലിയ റാലികൾ നടക്കുന്നു. കോൺഗ്രസിൻ്റെ സാധ്യത എത്രമാത്രമാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നേരെ സൂചിപ്പിച്ചു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും AP വലിയ ഭൂരിപക്ഷത്തോടെയോ അല്ലാതെയോ അധികാരത്തിൽ തുടർന്നാലും, അധികാരത്തിൽ നിന്നും AP മാറ്റിക്കൊണ്ട് BJP അധികാരം പിടിച്ചാലും ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അത് ഏത് വിധത്തിലായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പോൾ കഴിയില്ല. പക്ഷേ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിനെ ആയിരിക്കും. രാജീവിനകത്ത് നേരത്തെ വെങ്കടേഷ് രാമകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജെപിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എതിരാളി കോൺഗ്രസ് അല്ല എന്നുള്ളത് തന്നെയാണ്. എതിരാളി കോൺഗ്രസ് ആണെങ്കിൽ വളരെ നിഷ്പ്രയാസം ഒരുപക്ഷെ ഈ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ RSS അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെ അടിത്തട്ടിൽ ഇളക്കുകയും മേൽത്തട്ടിൽ BJP പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഹരിയാന മോഡലില് അല്ലെങ്കിൽ അതുപോലത്തെ സംസ്ഥാനങ്ങളുടെ മോഡലിൽ കോൺഗ്രസിനെ അട്ടിമറിക്കാൻ BJPക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംവിധാനമായ ആം ആദ്മി പാർട്ടിയെ നേരിടാൻ BJPക്ക് സാധിക്കുന്നില്ല. BJPക്ക് വളരെ സങ്കീർണമാണ് BJPയുടെ സമീപനം. കാരണം വെച്ചാൽ ഈ പറഞ്ഞതാണ് അതിന്റെ പ്രതിസന്ധി. കാരണം പുതിയൊരു സംവിധാനം, പുതിയൊരു സങ്കല്പം മുന്നോട്ട് വെച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ നേരിടാൻ പരമ്പരാഗതമായ രീതിയിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ BJPക്ക് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഡൽഹിയിലെ രാഷ്ട്രീയത്തെ നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ ഘടകം. വെങ്കടേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പിന്നീട് രാജീവ് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഉയർത്തിയ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി ഈ പറഞ്ഞതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി അടിത്തട്ട് മുതൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ട് എന്നതിനപ്പുറം ഒരുപക്ഷെ ഒരു അട്ടിമറി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ നമുക്ക് പ്രതീക്ഷിക്കുക എളുപ്പമല്ല. കാരണം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് നേതാവായിട്ട് നിലനിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ തന്നെയാണ് നേതാവായിട്ട് ഒരു അടിത്തട്ടുള്ള ജനവിഭാഗം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ അജണ്ട നിശ്ചയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ വിജയവും പരാജയവും ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഈ പറഞ്ഞ പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യത്തിനകത്ത് ഒരുപക്ഷെ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയാം, ഒരു കുറുമുന്നണി രൂപപ്പെട്ടാൽ നമുക്ക് അതിശയിക്കാനില്ല. ആം ആദ്മി പാർട്ടി വിജയിക്കുകയും ആ കുറുമുന്നണിക്ക് ഒരുപക്ഷെ സാധ്യത ഏറുകയും ചെയ്തു. കുറുമുന്നണി എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഈ കോൺഗ്രസിന്റെ ചില നിലപാടുകളോട് ഉള്ളിൽ തന്നെ വിയോജിപ്പുള്ള സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ TMC, അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ്, NCP, DMK ഒരുപക്ഷെ പ്രകടമായിട്ടില്ലെങ്കിൽ പോലും DMK പോലും ഈ ഒരു പ്രതിപത്തിക്കുറവ് ഇപ്പോ കോൺഗ്രസിനോടുണ്ട്. അപ്പൊ ഇത്തരം താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചേരികൾ ഒരുമിച്ച് നിന്ന് ഒരു കുറുമുന്നണി രൂപപ്പെട്ടാൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിക്ക് അതിനകത്ത് ഒരുപക്ഷെ വളരെയധികം സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസിനെ മറികടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് മറ്റ് സഖ്യകക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും. അത് അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇതിന്റെ വിജയപരാജയങ്ങൾ നീങ്ങാനുള്ള സാധ്യത നിൽക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് പരാജയം നേരിടുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെ ആയിരിക്കും പ്രതിപക്ഷ സഖ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിരൽ ഉയരാൻ പോകുന്നത്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അതായത് BJP ആണെന്ന് പൊതുശത്രുവാണെന്ന് പ്രഖ്യാപിക്കുകയും BJPക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ നിര കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന കോൺഗ്രസ് തന്നെ സാഹചര്യം ഒത്തുവന്നപ്പോൾ അവർ ആ സഖ്യത്തെ പുലർത്തുകയോ അല്ലെങ്കിൽ സഖ്യത്തെ കബളിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേറൊരു നിലപാടാണ് എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു സമീപനത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി സീറ്റ് കൈവരിക്കാമായിരുന്നു എന്നൊരു നില വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കാരണം ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയോട് ഒരു സഖ്യം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ് തയ്യാറായില്ല. അത് അതിർത്തി സംസ്ഥാനങ്ങളിൽ, അതായത് ഡൽഹിയും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിലല്ല അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുമായിരുന്നു രണ്ടുപേരും തമ്മിലൊരു സഖ്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ BJP ആണ് പൊതുശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ നിര ചേർന്ന് നിന്ന് തന്നെയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ക്ഷീണം തുടരാനുള്ള സാധ്യതയാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ കാണുന്നത്. കോൺഗ്രസിന് ഒരു വലിയ നേട്ടമോ വലിയ അത്ഭുതമോ ഡൽഹിയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല രാജീവ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ മേൽക്കൈ തുടരാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു.